കാപ്പി ഒരു 10-50 കാപ്പി പോയി. 50 കുറേ ബട്ട ഒടിച്ചിട്ട് അത് വരുന്ന വഴിക്ക് അതിന് തട്ടുന്ന എല്ലാം അത് കളയുക. അല്ലാതെ അത് തിന്നൊന്നുമില്ല, കാപ്പി തിന്നൊന്നുമില്ല. വാഴ, കവുങ്ങ് ഒരുപാട് ഒടിച്ച് കളഞ്ഞ്. അത് തന്നെയല്ലോ ഒടിക്കുന്നല്ല, ഞങ്ങൾക്ക് പേടിയോടെ മുറ്റത്ത് വന്നു. ഇതെവിടെ വന്നു വീടിൻ്റെ മുറ്റത്ത് വന്നു. അതാണ് പേടി. ഒറ്റാനെ വിറ്റിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. വിറ്റിട്ട് എവിടേക്കാ പോകണമെങ്കിൽ വയസ്സാം കാലത്ത് നല്ല പ്രായം ഫുള്ള് വെള്ളം കോരി കൂടെ ഒക്കെ നനച്ചുണ്ടാക്കി. ഇപ്പോൾ ആന തിന്നുക, ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല. ഇതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ള് ആൾക്കാർ എടുത്തിട്ട സ്ഥലങ്ങളാണ്. അതൊക്കെ അവിടെ വീടുണ്ടായിരുന്ന എടുത്തിട്ട സ്ഥലങ്ങളാണ്. എന്നിട്ട് അത് അങ്ങനെ കാട് പിടിച്ച് അവിടെ കിടക്കുക. ഇപ്പോൾ അവിടുന്ന് അവിടെ പോയി നിൽക്കും, ആ കാട്ടിൽ പോയി നിൽക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും. പോർട്ടിൽ പോകൂല, പോയാൽ അത്ര വേഗം ഇറങ്ങൂലല്ലോ. 10 മണിയാകുമ്പോൾ സ്ഥലത്ത് ആളിവിടെ എത്തും. ഇതിങ്ങനെ വന്നിട്ട് ആ തെങ്ങെല്ലാം ചെടി കളഞ്ഞ് ഇതിലിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒന്നും കൂടി ആടാൻ പറ്റാണ്ട് ഇതിലേ ഇങ്ങനെ വീട്ടിൽ ഇവരുടെ പറമ്പിൽ കയറിയിട്ട് കുറേ കഷ്ടപ്പെടുത്തി. പറമ്പ് ഒളിപ്പിക്കുന്നുള്ള 100%. നമുക്ക് സർക്കാർ നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരിക. എല്ലാവരും പറമ്പ് നശിപ്പിച്ചേക്ക്. അതാ ഈ മുകളിലത്തെ പറമ്പൊക്കെ നശിപ്പിച്ചേക്ക് എല്ലായിടത്തും. ഞങ്ങളുടെ ഒരാളതൊന്നുമില്ല. നമുക്ക് ഈ സൈഡൊന്ന് ഇതാക്കി കിട്ടിയാൽ സ്ഥലം എടുത്ത് കുറേ ഇട്ട് വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുക. ഒരു കാര്യമില്ലാതെ സ്ഥലം ഇട്ടിട്ട് വെറുതെ വെച്ചിരിക്കുക. അത് തന്നെ ഇടയ്ക്ക് വരും, വന്നു പോയി നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ കുറഞ്ഞ വീട്ടുകാരെ മാത്രമേ ഇവിടെ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ഒഴിവായിക്കൊണ്ടിരിക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്ര കുറ്റിയാംവയൽ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാണാസുര ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നിരന്തരം വന്യമൃഗ പ്രശ്നമുള്ളൊരു സ്ഥലമാണ്. വന്യമൃഗ പ്രശ്നം എന്ന് പറയുന്നത് കാട്ടാന നിരന്തരമായിട്ട് ഇറങ്ങുന്നൊരു സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ആളുകളുടെ പറമ്പിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാനകൾ ഇറങ്ങി നിരവധി കൃഷിനാശവും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ആളുകളുടെ പറമ്പിലൊക്കെ പല രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരവും ഒരു വർഷവും കാണുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അന്ന് ഇതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചാണ്. കുറ്റിയാംവയൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഏതായാലും ഈ പ്രദേശത്തുള്ള ഏറ്റവും അടുത്ത് ഇവിടെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച് ആ ഒരു പ്രദേശത്തേക്ക് നമുക്ക് പോകാം. എന്നിട്ട് അവിടെയുള്ള ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് കുറ്റിയാംവയൽ പ്രദേശം. ആ കാണുന്നതൊക്കെ ബാണാസുര മലകളാണ്. ഈ പ്രദേശത്താണ് സ്ഥിരമായിട്ട് ഇപ്പം ഇങ്ങനെ കാട്ടാനകൾ ഇറങ്ങുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ പറമ്പിലൊക്കെ കാട്ടാന വന്ന് നിരവധി കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചവിട്ടുപാട് കാണാം. ആന ചവിട്ടി കുഴിഞ്ഞു പോയ ഒരു പാടാണ്. അപ്പോൾ തന്നെ ഏകദേശം ഇവിടുത്തെ ഒരു സ്ഥിതി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ഏതായാലും എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെയുള്ള വീട്ടുടമസ്ഥരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. പേരെങ്ങനെയാണ്? കാർത്തിയേനി. ഈ സ്ഥലം കുറ്റിയാംവയൽ അല്ലേ? എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒന്ന് പറയാമോ? സംഭവിച്ച ആന വന്നുകൂടെ മലയിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന അവിടെ ഇങ്ങനെ ആന വരും. മലയിലൊക്കെ ആന വരും. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒത്തിരി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുറേ കാപ്പി ഒടിച്ച്, വാഴ, കവുങ്ങ് ഒരുപാട് ഒടിച്ച് കളഞ്ഞ്. അത് തന്നെയല്ലോ ഒടിക്കുന്നല്ല, ഞങ്ങൾക്ക് പേടിയോടെ മുറ്റത്ത് വന്നു. ഇതെവിടെ വന്നു വീടിൻ്റെ മുറ്റത്ത് വന്നു. അതാണ് പേടി. ഒറ്റാനാണ്. അതിപ്പോൾ എവിടുന്ന് വന്ന കാര്യമുണ്ട്. എന്നിട്ട് അവർ വന്ന് ഫോറസ്റ്റുകാർ വന്ന് ഓടിക്കുകയൊക്കെ ചെയ്തു. ഓടിക്കുമ്പോൾ അത് പോവും. 4 ദിവസം അടുപ്പിച്ച് ഇറങ്ങി ഇവിടെ. 4 ദിവസം അടുപ്പിച്ച് വന്നു. അവർ വരുന്നുണ്ട്. വന്നാൽ അവർ ഓടിക്കും. അവർ പോയ ഉടനെ അത് വരും. അതാണ് ഈ മലയിൽ തന്നെ. ഈ മലയിൽ കാടൊക്കെ വെച്ച് ഈ ആൾക്കാരൊക്കെ സ്ഥലം മേടിച്ചിട്ട് ഇട്ടിട്ട് പോയിക്കുക. കാട് ഫുള്ള് ഫോറസ്റ്റാ, കാടായിക്കുക. ആളുകൾ മേടിച്ചിട്ട് ഒന്നും ചെയ്യാണ്ട് ചോലി പിടിച്ച് അങ്ങനെ കിടക്കുക. അപ്പം അതൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ മെനക്കെട്ടാൽ വലിയ ഉപകാരമായിരുന്നു. അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ അടിക്കാടും ഒക്കെ ആയിട്ട് അവർക്ക് കയറിപ്പോകാനും പറ്റില്ല ഫോറസ്റ്റുകാർക്ക്. അതുപോലെ കട പിന്നെ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി വരും. അപ്പം അങ്ങനെ കുറേ നശിപ്പിച്ചു ഞങ്ങളുടെ. അങ്ങനെയുള്ള വിഷമാണ്. ഒത്തിരി കാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും നശിപ്പിച്ചു, കണ്ടമാനം നശിപ്പിച്ചു. മലയിലൊക്കെ വരും. അവിടെ ഞങ്ങൾക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരുന്ന, എന്നാലും നശിപ്പിക്കില്ല. അങ്ങനെ കവുങ്ങൊക്കെ മറിച്ചിട്ടിട്ട് പോകുകയല്ല. ഒറ്റ ആന ഇത് ഇത്ര ചെയ്തു. 4 ദിവസം വന്നല്ലോ, ഒരു ദിവസമല്ലല്ലോ, 4 ദിവസം വന്നിട്ട് നശിപ്പിച്ചല്ലേ. ഇതിന്റെ നഷ്ടപരിഹാരത്തിന്റെ കാര്യം അങ്ങനെ വല്ല സംസാരിച്ചോ? നഷ്ടപരിഹാരം അവർ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കണമെങ്കിൽ
കൊടുത്തിട്ടില്ല. അതിന് ഒത്തിരി കടലാസുകൾ ഉണ്ടാക്കണം, കൈവശമായിട്ട് അത് ഇതൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ കൊടുത്തു വേണം. കൊടുത്താൽ എന്ത് കിട്ടാൻ? വെറുതെ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ, കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ കൊടുത്തു നോക്കുക. ഏകദേശം എത്ര കാപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? കാപ്പി ഒരു 10-50 കാപ്പി പോയി. 50 ഓ, കുറേ ബട്ട ഒടിച്ചിട്ട് അത് വരുന്ന വഴിക്ക് അതിന് തട്ടുന്ന എല്ലാം അത് കളയുക. അല്ലാതെ അത് തിന്നൊന്നുമില്ല, കാപ്പി തിന്നൊന്നുമില്ല. കവുങ്ങും പിന്നെ വാഴയല്ലാതെ തെങ്ങ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നോളൂ, കാപ്പി തിന്നൂല. 50 കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കാപ്പിക്ക് ഇതുപോലെ വിലയല്ലേ. ഇത്തിരി അത് ഒരുപാട് മറിച്ചിട്ടേക്ക്. അത് പോണ വഴിക്ക് വലിയ ആനയല്ലേ, അത് 2 ഭാഗത്തെയും അതിന് മുട്ടൊന്നൊക്കെ അത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അങ്ങ് മറിച്ചിട്ട് ആ മറിച്ച കാപ്പി എല്ലാം പോകും. അത് പോകുമെന്ന് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടം വന്നേക്കെ. ഞങ്ങൾക്കിപ്പോൾ പേടിച്ചിട്ട് കൂടെ നിൽക്കത്തില്ല. അതാണ് ഒറ്റ ആന ആയതുകൊണ്ടേ. രാത്രിയൊക്കെ എൻ്റെ മോൻ ജോലി കഴിഞ്ഞിട്ടൊക്കെ രാത്രിയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരാനൊക്കെ ഭയങ്കര പാടല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാം, അതിലേ വരുന്നത്. അത് അതിലേ അങ്ങ് വരുന്നത്. അതിലേ വന്നത് അത്. അപ്പുറത്ത് ആ റോഡിൻ്റെ അപ്പുറത്തുനിന്ന്. വീടിന്റെ മുറ്റത്ത് വന്ന് വേറെ എന്തെങ്കിലും നശിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു? വീടിന് വാഴയെ നശിപ്പിച്ചില്ല, അത് വേറെ ഒന്നും തിന്നാനില്ലല്ലോ അവിടെ. വാഴ പിന്നെ കടപ്പിലാവ് അങ്ങനത്തെ ഒക്കെ നശിപ്പിച്ചു. കടപ്പിലാവ് കൂടുതൽ ഈ താഴെ ഭാഗത്തേക്കാണ്. കൂടെ താഴെ ചെന്ന് കണ്ടാലറിയാം. ഇവിടുന്ന് കാണൂല, താഴെ ചെന്ന് കണ്ടാലറിയാം. ഒരുപാട് മോളെന്ന് കാട്ടിക്കൊടുക്ക, ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും പറമ്പൊന്ന് കാണാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ എത്തിയിരിക്കണം കേട്ടോ. ഇതൊക്കെയാണ് വാഴ അല്ലേ? വാഴ, കാപ്പി, കവുങ്ങ്. ഈ കാപ്പി ഒടിച്ചേക്കുന്നതാണ്. ഇതൊക്കെ അങ്ങനെ കളഞ്ഞായിരിക്കും അല്ലേ? ഇത് കളഞ്ഞതാ. ബാക്കി പിറ്റേ ദിവസം ഞാൻ കുറച്ച് വെട്ടിയും കളഞ്ഞു. വന്നു കഴിഞ്ഞും വന്നാൽ നശിപ്പിക്കൂലേ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറമ്പിലെ എല്ലാ സാധനം കളയും കേട്ടോ. ഇതൊക്കെ കളഞ്ഞായിരിക്കും അല്ലേ? ഇതൊക്കെ അതെ. കാപ്പിയാണ് കൂടുതലായിട്ടും, കാപ്പിയും കവുങ്ങാണ് കൂടുതലും കളഞ്ഞതല്ലേ? അത് വന്നതും പോയതും ഈ വഴിയെ തന്നെ ആയതുകൊണ്ട് ഇത്ര ഇങ്ങനെ പോയിട്ടുണ്ട്. അതൊക്കെ അതെ. ഈ കവുങ്ങ് അതെ അതെ, അത് കവുങ്ങ്, അതും കളഞ്ഞതാ. ഈ കവുങ്ങ് കളഞ്ഞു. ഇവിടെ വരണം. ഇത് അധികം വലിപ്പമില്ലാത്തൊരു കവുങ്ങ്. വാഴ പിന്നെ ഫുള്ള് കളയും. ഇതും കളഞ്ഞായിരിക്കും അല്ലേ? അതെ. പറമ്പ് നശിപ്പിച്ചു കേട്ടോ. അട്ടയുണ്ടാവും അല്ലേ? അട്ടയുണ്ട്. ഇന്ന് വെയിലായോണ്ട് കുറച്ച് കുറവുണ്ടാവുക. ചവിട്ടുപാട്. ഈ കാപ്പി കളഞ്ഞല്ലേ? അതെ. ഉണ്ടോ? മൊത്തത്തിൽ ഒടിച്ചങ്ങ് കളയോ? അങ്ങനെ പിണ്ടം 2-3 ദിവസം കഴിഞ്ഞു കേട്ടോ ഈ സംഭവം കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമ്മൾക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭീകരത മനസ്സിലാവുമായിരുന്നു. എന്താ ഈ കാപ്പി ഇവിടെ ഒടിച്ചാൽ അങ്ങോട്ട് നോക്കിയാലും ഒടിച്ചിട്ടുണ്ട്. ആന പോയ വഴി കൂടെയുള്ള കംപ്ലീറ്റ് കാപ്പികൾ ഒടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സെക്ഷൻ വാഴകൾ കംപ്ലീറ്റ് കളഞ്ഞേക്കാണ്. ഈ കവുങ്ങ് മറിച്ച് ഒടിച്ചല്ലേ? കവുങ്ങ് മറിച്ചിട്ട് തൊഴുത്ത് കാപ്പിയും പോയില്ലേ? കാപ്പി തൊഴുത്ത് ഒക്കെ പോയിട്ടുണ്ട്. തൊഴുത്തിൻ്റെ പുറത്താണ് വീണ്? തൊഴുത്തിൻ്റെ പുറത്താണ് വീണത്. ഓഹോ. ഉണ്ടോ അടുത്ത കവുങ്ങ്. ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര നാശനഷ്ടം ഒരു കർഷകർക്ക് സംഭവിക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഭയങ്കര ഭീകരമായ അവസ്ഥയാണ്. എന്താ ഒരൊറ്റ വാഴ ഇനി പറമ്പി ബാക്കിയില്ല. ഈ 50 കാപ്പിയൊക്കെ കളഞ്ഞെന്ന് പറയുമ്പോൾ അതൊക്കെ ആന ചവിട്ടി ഇറങ്ങി പാടുകളാട്ടോ. ചവിട്ടി ഇറങ്ങിയ പാടാണ്.
അപ്പോൾ നിങ്ങൾ രാത്രി ഇത് അറിയുന്നുണ്ടോ സംഭവം? മഴ ആയതുകൊണ്ട് അറിയുന്നില്ല. അറിഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങാനൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പുറത്തേക്ക് ഇറങ്ങാൻ അല്ല ഫോറസ്റ്റുകാരെ വിളിക്കുമ്പോൾ അവർ വരും. പിന്നെ അത് പടക്കം പൊട്ടിച്ച് കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ പിറ്റേ ദിവസം അവർ പോയി അവിടെ ഒരു ഫെൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കിടക്കുവാണ്. എന്താണെന്നൊന്നും അതിൻ്റെ അറിയില്ല. അവർ കെട്ടുന്നുണ്ട്. പിന്നെ അത് ആന അത് കളഞ്ഞിങ്ങോട്ട് പോയിരുന്നെന്ന് പറയുന്ന. ഇത് ഇതിലേ വന്നതും പോയതും ഇതിലെ വഴി തന്നെ. നടന്നിറങ്ങിയ പാടാണ് കാണാം. ഇതിലാണ് വന്നതും പോയത്. ഇതിലിങ്ങനെ ഇറങ്ങിയ ഇത് നിങ്ങളുടെ പറമ്പ് തന്നെയാ? അതെ. അവിടെ കളഞ്ഞിട്ടുണ്ട്? ഉണ്ട്. ഇവിടെയാണോ കൂടുതൽ കളഞ്ഞത്? ഇതിപ്പോൾ ഒരു ദിവസത്തെ ഇവിടെ കൂടുതൽ. ഇവിടെ കാപ്പി കൂടുതലല്ലേ? ഇവിടെ കുറവാണ്. പിന്നെ അവിടെയുണ്ട്, അങ്ങോട്ടേക്കുണ്ട്. ഇത് ഒരു ദിവസത്തെയാണ് ഇത്രയും കണ്ടത്. ചോട്ടി നടന്നു പോയ പാടാട്ടോ. ഈ വഴി ഇങ്ങനെയാണ് ഇറങ്ങി വരുന്നത്. ഇതൊക്കെ വീടുകളുള്ള സ്ഥലങ്ങളാട്ടോ. ഇതിൻ്റെ മുകളിൽ കാടുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിലും കയറിയിട്ടുണ്ട്. ഈ വാഴയൊക്കെ കളഞ്ഞായിരിക്കും അല്ലേ? അതെ അതെ. വീണ്ടും ഇത്രയും വലിയ ആനയെ വന്നേക്കുന്നത് ഒരു കാലിൻ്റെ പാടാണ്. ഇവിടെ നിന്ന് വലിയ ആന വന്നത്. ഇവിടെ നിന്ന് വാഴ പിടിച്ചായിരിക്കും അല്ലേ? ഇത്രയും അടുത്ത് എൻ്റെ മോൻ വന്ന് അന്ന് ഒത്തിരി നേരത്തെ വന്നു. അതെല്ലാം ഇങ്ങനെ നശിപ്പിച്ച് എത്ര ദിവസത്തിനുണ്ട് ഈ തോട്ടം? എത്ര ദിവസത്തിനുണ്ട്? അതോ അവിടെ ഒരു ദിവസം കയറാൻ പറ്റുമോ? കയറാം. കാപ്പി കളഞ്ഞാട്ടോ. അതെ അതെ അതെ. ഇത്ര വലിയ കാപ്പിയൊക്കെ പോയാൽ എന്താ ചെയ്യാമെന്നാണ് ചേച്ചി ചോദിക്കുന്നത്. ചുവടെ മറിച്ചിട്ടേ കേട്ടോ. പ്രത്യേകിച്ച് കാപ്പിക്ക് ഇത്രയും വിലയുള്ള സമയത്തുണ്ടോ കാപ്പി നമ്മളിക്ക് വന്നേക്കോ. കാപ്പി ആനയ്ക്ക് ആവശ്യമില്ലാത്തൊരു സാധനം. ആനയെ പേടിച്ച് എല്ലാവരും കാപ്പി വെക്കുന്നല്ലേ? കാപ്പി കഴിഞ്ഞപ്പോൾ നമ്മളിക്ക് ആന അതും കളയാം. ഈ കവുങ്ങുകളൊക്കെ പല തവണകളായിട്ട് ആന കളഞ്ഞിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. കണ്ടോ കിടത്തിയിട്ടേക്കുന്നത്. ഒടിഞ്ഞ് വേരോടെ മറിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ അറിയാം. അതല്ല ഈ പറമ്പിൽ എത്ര കവുങ്ങ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ടെന്നുള്ളത് നോക്കിയാൽ മതി. നാലു മാസമായിട്ടുണ്ട് ആന. 4 മാസമായിട്ടുണ്ട് ആന. 4 മാസമായിട്ടല്ലേ? പക്ഷെ പറമ്പിലേക്ക് ഇറങ്ങുന്നത് ഒരു മഴ തുടങ്ങിയ ഇതൊക്കെ ആന മറിച്ചിട്ട് ഇതിലേ വന്നത്. അവിടെ ഇറങ്ങിയതൊക്കെ അത് അവിടെ ഉണ്ട്. കയ്യാലെ പൊളിച്ചത് അവിടെ ഉണ്ട്. ഇതിങ്ങനെ ആയിരിക്കും വന്നേ. കണ്ടോ ഇതിലെ മണ്ണൊക്കെ ഇടിച്ചിങ്ങനെ കണ്ടോ. അതുപോലെ അങ്ങ് അപ്പുറം ദൂരെയും കാണാം. വൈകിട്ട് എത്ര മണിയാകുമ്പോൾ ഇതിങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട് സാധനം? 10 മണി മുതലുണ്ട്. മുറ്റത്ത് വന്നൊക്കെ 10 മണിക്കാണ് വന്നേക്കുന്നത് രാത്രി. അതെ. പിന്നെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഒടിച്ചാലേ നമ്മൾ അറിയുന്നുള്ളൂ. മഴയായോണ്ട് വാഴ ഇങ്ങനെ വന്നിങ്ങനെ കാപ്പി ചരിച്ചു വെച്ച് വാഴയൊന്നും തിന്നു പോയാൽ അറിയുന്നില്ല. എത്ര നാശനഷ്ടം ഒരു പറമ്പിൽ ഉണ്ടാകുന്നതാണ്. ദൂരെയൊക്കെ നോക്കിയാൽ കാണാം ഇഷ്ടംപോലെ കവുങ്ങൊക്കെ ഒടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ കാണാം. പറമ്പിലോട്ട് നോക്കിയാൽ ഇത്തരം കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഭീകരമായൊരു കാഴ്ച തന്നെയാണ്. ഭീകരമല്ല, അത് ഭയങ്കര ഒരു ദുഃഖകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. കാരണം കർഷകർക്ക് ഒരു തരത്തിലും ഒരു
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം കേട്ടോ. രണ്ട് ദിവസത്തെയാണ് ഇപ്പൊ എത്ര നശിപ്പിച്ച കണ്ടില്ലേ? ഇത് 2 ദിവസം വന്നത് എത്ര? ഇത്ര നേരം 2 ദിവസം വന്നത്. ഇതോ 3-ാമത്തെ ദിവസം വന്നാ? അല്ല, അത് 2 ദിവസത്തെയാ. 2 ദിവസത്തെയാണ്. കൊടിയൊക്കെ വെച്ചിട്ട് കൊടി. ഇതാ കടപ്പ്ളാവ്. തൊലി ഇന്നിട്ട് പോയില്ലേ? എന്തൊക്കെ തിന്നാനാ ഓടിച്ച് വെച്ചാൽ വേണ്ടി അതിന്റെ കായൊക്കെ ഇവിടെ നിറയുണ്ടോ. ഇത്ര ദൂരെ വരാനുള്ളു. ഇങ്ങോട്ട് കയറുമ്പോഴാ പേടി. ഇവിടെ റോഡിൽ കൂടെ നടക്കാനാ. അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വീടുകൾ ഇങ്ങനെ കുറേ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടോ പിന്നെ റിസോർട്ടൊക്കെ ആയിരിക്കും. വീട് കുറേ ഉണ്ട്. എല്ലാരും പറമ്പ് നശിപ്പിച്ചേക്ക്. അതാ ഈ മുകളിലത്തെ പറമ്പൊക്കെ നശിപ്പിച്ചേക്ക്. എല്ലായിടത്തും. ഞങ്ങളുടെ ഒരാളതൊന്നുമില്ല. ഒത്തിരി വീട് അല്ല പറമ്പ് നശിപ്പിച്ചിട്ടുണ്ട്. ഇനി നശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന്? അതാ ഉള്ള വിഷമം. രാത്രി പുറത്തിറങ്ങാൻ പറ്റൂല. അത്ര പേടിയപ്പോ. അല്ലെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. അവിടെ എവിടെയെങ്കിലും ഒന്ന് പോകാനൊക്കെ ഒരു രാത്രി നമുക്കൊരു 5 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകാൻ പേടിയത്. എവിടെ നിൽക്കണമെന്ന് അറിയില്ല. മഴക്കാലത്ത് മാത്രമല്ലേ? അല്ലാത്ത സമയത്തും വരുന്നുണ്ട്. മഴക്കാലത്ത് മാത്രമേ വരുള്ളൂ. അല്ലാത്ത സമയത്ത് വരില്ല. ഇവിടുത്തെ ഫെൻസിങ്ങിന്റെ സ്ഥിതി എന്താ? ഒന്നുമില്ല. അതൊക്കെ പോയിട്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇറങ്ങില്ലല്ലോ. ഇതെല്ലാം ഇതിന്റെ മുകളിൽ ഫുള്ള് ആൾക്കാർ എടുത്തിട്ട സ്ഥലങ്ങൾ. അതൊക്കെ അവിടെ വീടുണ്ടായിരുന്ന എടുത്തിട്ട സ്ഥലങ്ങളാ. എന്നിട്ട് അത് അങ്ങനെ കാട് പിടിച്ച് അവിടെ കിടക്കും. ഇപ്പോൾ അവിടുന്ന് അവിടെ പോയി നിൽക്കും. ആ കാട്ടിൽ പോയി നിൽക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി. ഫോറസ്റ്റിലോട്ട് പോകുന്നില്ല. ഫോറസ്റ്റിൽ പോകൂല. പോയാൽ അത്ര വേഗം ഇറങ്ങൂലല്ലോ. 10 മണിയാകുമ്പോൾ സ്ഥലത്ത് ആളിവിടെ എത്തും. ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ വായന വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാൽ പിന്നെ എപ്പോഴും കാപ്പിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കാപ്പി നല്ല വിലയല്ലേ മോനെ ഇപ്പോൾ കാപ്പിക്ക്. പോയി കഴിയുമ്പോൾ അത് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ? ആദായമില്ല. നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ഈ ആദായം കൊണ്ട് എത്ര വർഷം ജീവിക്കേണ്ട. കാപ്പി തൈക്കങ്ങാണ്ട് ഒരു കാപ്പി മരത്തിന്റെ എന്തോ ഒരു ചെറിയ പൈസ കണ്ട് അവർ തരുന്നതെന്ന് തോന്നുന്നു. എത്ര 250 എത്ര തരുന്നു പറഞ്ഞ്. എന്നാലും കൊടുക്കാൻ പറഞ്ഞു. ഫോറസ്റ്റുകാർ വന്നിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കി അപ്പോൾ കിട്ടുമെന്നെങ്കിലും പറഞ്ഞു. അപ്പോൾ അപേക്ഷ അതിന് എന്തൊക്കെ ഉണ്ടാക്കണം? കൈവശറ്റി അത് ഇതൊക്കെ ഉണ്ട്. കുറേ കടലാസുകൾ ഉണ്ടാക്കണം. എന്നിട്ട് വേണം കഴിഞ്ഞാൽ ആ പറമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ പറമ്പിൽ വന്നിട്ട് പിന്നെ കവുങ്ങ് കുറേ മറിച്ചിട്ടിട്ട് പോയി. വേറൊന്നും കാപ്പിയൊന്നും നശിപ്പിച്ചില്ല. ഈ കാപ്പി നശിപ്പിച്ചുള്ള സങ്കടം. പട്ടയുള്ള സ്ഥലം എല്ലാം പട്ടയുള്ള സ്ഥലം. ഇവിടെയൊക്കെ പട്ടയുള്ള സ്ഥലമാണ്. പട്ടയില്ലാത്ത ആർക്കും ഇല്ല. എല്ലാം പട്ടയുള്ള സ്ഥലം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് അയ്പ്പ്. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലേ? സ്ഥിരമായിട്ട് ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് ഈ ഫോറസ്റ്റ് സൈഡിലുള്ളതൊക്കെ കാട് വെട്ടി നമുക്ക് ഈ സൈഡൊന്ന് ഇതാക്കി കിട്ടിയാൽ കാടല്ലേ? ഈ ആളുകൾ സ്ഥലം എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലേ? സ്ഥലം എടുത്ത് കുറേ ഇട്ട് വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുക. ഒരു കാര്യമില്ലാതെ സ്ഥലം ഇട്ടിട്ട് വെറുതെ വെച്ചിരിക്കുക. അത് തന്നെ ഇപ്പോൾ പോയി കാക്കയൊക്കെ അതിന് മുകളിലുള്ള ഇടയ്ക്ക് വരും, വന്നു പോയി നോക്കിക്കൊണ്ടിരിക്കും. കാപ്പി പറിക്കാൻ നേരത്ത് മാത്രം ഇത് എടുത്തിട്ട് പോകൂല. കാപ്പി അതും പറിക്കില്ല. അതുമില്ല. ചുമ്മാ സ്ഥലം മേടിച്ചിട്ട് തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾ കുറഞ്ഞ വീട്ടുകാരെ മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു 5-6 വീട്ടുകാർ. ഇപ്പം അപ്പുറത്ത് പോയി നമ്മൾ ജോണിച്ചേട്ടൻ അങ്ങനെ 3-4 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. പിന്നെ മുകളിലേക്ക് ഒരു 3-4 വീട് വേറെയുണ്ട്. അതൊക്കെ ഈ ശല്യം കൊണ്ട് പോയതാ. എല്ലാവരും ഇങ്ങനെ ഒഴിവായിക്കൊണ്ടിരിക്കും. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാ? ഞാനൊരു 25 വർഷത്തിനുള്ളൂ. ഇവരൊക്കെ പണ്ട് പോലുള്ള ഇതിന് മുകളിൽ ഇങ്ങനെ പോർച്ചാ. പിന്നെ ഇടയ്ക്ക് സ്ഥലം വേറെയുണ്ട്. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട്. ഈ ആ പറമ്പോള് വയക്കിയിട്ടാൽ തന്നെ കുറെ വ്യത്യാസം ഉണ്ടാവും. മാറ്റം വരും. പിന്നെ ഫെൻസിങ്ങാണ് നമുക്ക് നിർബന്ധമാണ് വേണ്ടിയത്. ഫെൻസിങ് ചെയ്യും കുറെ കാലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ MLA ഫണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇതുവരെ തീരുമാനമായിട്ടില്ല. MLA ഇതിന് ഉദ്ഘാടനം വന്നപ്പം പറഞ്ഞാലേ 20,000 ഉറുപ്പികയുണ്ട് ഫണ്ടിൽ നിന്ന്. ഒരു തീരുമാനമായിട്ടില്ല. ഞാനും വിൽക്കൊന്നുമില്ല. അതെ നല്ല പ്രായം ഫുള്ള് വെള്ളം കോരി ഇവിടെ ഒക്കെ നനച്ചുണ്ടാക്കി. നല്ല പ്രായത്ത് നട്ടുപിടിപ്പിച്ച തോട്ടം അല്ലേ? ഇപ്പൊ ആന തിന്നെ. ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല. ഇതിലേ കാപ്പിക്കള ഞങ്ങളല്ലേ.
മക്കള് എന്തെങ്കിലും പോയി കൊടുന്നാൽ മുകളിലേക്ക് നമുക്ക് മുകളിലൊന്ന് പോയിട്ട് നോക്കാം ആരാ? എവിടെ മുകളിൽ? ഈ തൊട്ട് മുകളിൽ പാളീനൊക്കെ തെങ്ങ് പോയില്ലേ? അതൊന്നും കാണിച്ചു ഉണ്ടല്ലേ? ഇതിന്റെ മുകളിലേക്കൊക്കെ റിസോർട്ടുകളായിരിക്കും. റിസോർട്ട് അപ്പം എല്ലാവരും പ്രവർത്തിക്കുന്ന റിസോർട്ടുകളാ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ആണല്ലേ? കണ്ടമാനം ആളുകൾ ഇങ്ങനെ സ്ഥലം എടുത്ത് കൂട്ടിയിട്ടുണ്ടല്ലേ? സ്ഥലം എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അതെ. ഇവിടെ ചെറിയ ഉരുളോട്ട് അങ്ങനത്തെ ഇത് പണ്ട് ഉരുളൊക്കെ പോയതല്ലേ? ഓഹോ, അതെങ്ങനെ നടക്കുന്നത്? ഞങ്ങളൊക്കെ ഒറ്റപ്പെട്ടില്ലായിരുന്നു റോഡില്ലാഞ്ഞിട്ട്. പ്രോപ്പറായി പോയല്ലേ? എന്നിട്ട് ഇതിലെ അത് ഏത് വർഷം? അത് നമ്മളെ കഴിഞ്ഞ 18 18 അതിന്. പിന്നെ ഇവിടെ കുറേ ഇതുണ്ട്, ബാച്ചർമാരായിട്ടും പോർച്ചർമാരായിട്ടും ഗാർഡുമാരായിട്ടും കുറേ പേരുണ്ട്. ഒരാൾക്കൊരു 50 മിനിറ്റ് വെച്ച് കൊടുത്താലും ഈ ചുറ്റുവളവുള്ള ആളുണ്ടാവും. പക്ഷെ രാത്രി വിളിച്ചാൽ വരും, വണ്ടിയും കൊണ്ട് നേരെ വരും, നടന്നു വരില്ല, വണ്ടിയും കൊണ്ട് വരും, നേരെ പോകും. അവർ വണ്ടി കൊണ്ട് ഇവിടുന്ന് ആനേനെ കണ്ട് അവർ തിരിച്ചു പോയി. എൻ്റെ വീട്ടിൽ വന്നാൽ ഷെഡില്ലേ, അവിടെ വരെ വന്നിട്ട് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അവർ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഈ കവുങ്ങ് ഓടിക്കുന്നത് ഇത് ഇവിടെ തന്നെ. അവരും ഓടിച്ചെത്തുന്നുണ്ടാവില്ലേ? അവർക്ക് എത്തൂല, എന്നാലും അവർക്കും ഒരു ഇത് നോക്കാം. എല്ലാ വീടുകളും പടക്കം കൊടുക്കാനാ? അല്ല, പടക്കം കൊടുക്കണ്ട, പടക്കം ആരാനും പൊട്ടിക്കൊന്നുമില്ല ഇവിടെ. ഞാൻ പൊട്ടിക്കൂല. എൻ്റെ മോനുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങനെയാണെങ്കിലും കേട്ടാൽ പൊട്ടിക്കും, അല്ലാതെ നമ്മൾ പൊട്ടിക്കൂല. ഇതൊക്കെ താമസമുള്ള ആളുകൾ താമസമുള്ള? ഇല്ല, ഇവർക്ക് ഒഴിവായി പോയെന്നേ. പോയല്ലേ? ഉരുളുപൊട്ടലിൻ്റെ ഉരുളുപൊട്ടല്ല, ഈ താമസം ഭീഷണി കാരണം. ആണല്ലേ? അതപ്പോൾ ഞാൻ 25 വർഷം ഇവിടെ വന്നിട്ട് ഞാനിതേപോലെ സ്ഥലം മേടിച്ചോടെ ഒന്ന് കൂടിയതാ. ആണല്ലേ? നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഒരു സ്ഥലത്തോടെ ഇങ്ങനെ ഒരു ഉരുളുപൊട്ടൽ നടന്നിട്ടുണ്ട് കേട്ടോ. ഈ വഴി കൂടെ ഇങ്ങനെ ഉരുളുപൊട്ടി പോയിട്ടുണ്ട്. ആരപ്പുണ്ടല്ലേ? ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വീടൊക്കെ ഒഴിഞ്ഞു പോയതായിരിക്കും അല്ലേ? ഇതാക്കിയ പുള്ളിനെ ഇതാ പറഞ്ഞ ആ മല, അതിൻ്റെ മുകളിൽ നിന്ന് കേട്ടോ ഇറങ്ങി വരുന്നത്. പരമാവധി പുള്ളി കൈയെത്തുന്നത്ര വലിച്ചു പറിച്ചിരിക്കുക. കൈയെത്തുന്ന ദൂരെ വലിച്ചു പറിച്ചിരിക്കുക. രാത്രി ഈ മുറ്റത്തൊക്കെ ഉണ്ടാവൂലേ? ഇവിടേക്കുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ കയറി വന്നുള്ളല്ലേ. നോക്ക്, തെങ്ങ് നോക്ക്, തൊട്ട് വരത്ത് നമ്മൾ വണ്ടി വെച്ചില്ലേ, അതിന് താഴത്ത് വഴിയാക്കെ തെങ്ങ് കളഞ്ഞല്ലേ? ഓഹോ, അതിന് പുള്ളു കുത്തി വെച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ. അതിന് തൊട്ട് താഴെ വീടുണ്ടല്ലോ. ഇത് തന്നെ, ഇത് നമ്മൾ വണ്ടി വെച്ചാൽ കരിച്ച്. അതെ തന്നെ. തെങ്ങ് അതിൻ്റെ മുകളിൽ എത്തിയില്ല, അങ്ങോട്ട് എത്തിയില്ല. തെങ്ങ് ഓടിച്ചിട്ടേക്കണം കേട്ടോ. അതൊരു തെങ്ങ് അല്ലേ? അത് തെങ്ങ്. തെങ്ങൊന്നും ഇനി ബാക്കിയില്ലല്ലേ പറമ്പി? തെങ്ങില്ല, പരമാവധി പുള്ളി പിടിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ കാര്യമായി. ഇനിയിപ്പോൾ ഈ തെങ്ങ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? പിടിക്കുന്നുണ്ട്. പുറത്തൊരു തെങ്ങുണ്ട്, ആ തെങ്ങ് പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പാടുകൾ കാണാം, കുത്തി നോക്കുന്നതിൻ്റെ മറിക്കാനായിട്ട്. ഓരോ ദിവസം ഇളക്കി ഒരു ദിവസം മറിച്ചത്. ഇത്രയൊക്കെ ഈ കൊമ്പുകൊണ്ട് കുത്തിയതിൻ്റെ പാടൊക്കെ കാണാം. അടുത്ത റൗണ്ടിൽ തീർക്കുമായിരിക്കും. എല്ലാം തീർക്കും. പകലിൽ അവന് പേടിയാ. പകലിവിടെ ഉണ്ടാവുന്നല്ലേ? എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല നമുക്ക്. വേറെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എൻ്റെ പുറകെ നിൽക്കുന്നതെങ്കിലേ അത് തന്നെ. നമ്മളിവിടെ നിൽക്കുമ്പോഴും പേടിക്കണം കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ആളുകൾ വന്നാൽ ആളുകളല്ല, ആന വന്നാൽ അറിയത്തുള്ളൂ. അതിലെങ്ങനെ വരിക? ഇപ്പം നമ്മൾ വണ്ടി നിർത്തിയില്ലേ, അതിലേ വരിക. ആ ചാലില്ലേ, ആ ചാലിൽ കൂടെ അങ്ങ് ഇറങ്ങിയിട്ട് അതിൽ വരിക. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോണി. ചേട്ടൻ്റെ ആണല്ലേ ഈ സ്ഥലം? ഈ സ്ഥലം എൻ്റെ അല്ലേ? ഭയങ്കര ഇതല്ലേ തെങ്ങൊക്കെ കളഞ്ഞ്? തെങ്ങ് കളഞ്ഞ് ഇത് ഉരുൾ പൊട്ടിയിട്ട് 2019 ഉരുൾ പൊട്ടി പോയ സ്ഥലം ഇത്. ഈ കാണുന്നത് ഈ സ്പോട്ട്. ഇതുവരെ നമുക്ക് 5 പൈസേൻ്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞോ ഇത് നഷ്ടപ്പെട്ടതിൻ്റെ? ഇത് നഷ്ടപ്പെട്ടില്ല, 1 പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ആണല്ലേ? ഇല്ലില്ല, 1 ഏക്കർ സ്ഥലത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ആണല്ലേ? ഇന്ന് വരെ സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് യാതൊരു ആനുകൂല്യം വന്നിട്ടില്ല.
ഒരേക്കർ സ്ഥലത്ത് സ്ഥലം പോയിട്ടില്ല. ഇങ്ങനെ ഇങ്ങനല്ല ഇതിങ്ങനെ ഇവിടെയൊക്കെ നല്ല കൃഷിയായിരുന്നു. തെളിഞ്ഞു കിടക്കുന്ന ഭാഗത്തൊക്കെ പോകുക കേട്ടോ. അത് ഈ പള്ള കയറി കിടക്കുന്ന അത് ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വഴി മുറിഞ്ഞു പോയായിരുന്നു. അതെ അതെ. അന്ന് ശശീന്ദ്രനായിരുന്നു MLA, CK ശശീന്ദ്രൻ MLA ആയിരുന്നു. ഇവിടെ വന്നതെല്ലാം കണ്ട് ഞാൻ ഇപ്പം എല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തു തന്നിട്ടില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്ത് രണ്ടാമത് പണിയെടുത്ത് വഴി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അപ്പം തന്നെ പെരപ്പണി തുടങ്ങി അവിടെ. പിന്നെ അവിടേക്ക് വരെയങ്ങ് മാറ്റി. ഇത് ഞങ്ങളുടെ തറവാട് സ്വത്താട്ടോ, എൻ്റെ തന്നെയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് 3-4 പേർക്ക് വീതമുള്ള സ്ഥലം ഇത്. പിന്നെ സ്ഥിരം ഇങ്ങനെ ആന ഇറങ്ങുന്നുണ്ടല്ലേ? സ്ഥിരം വരുന്നുണ്ട്. ഇതിങ്ങനെ വന്നിട്ട് ആ തെങ്ങെല്ലാം ചവിട്ടി കളഞ്ഞ് ഇതിലേ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒന്നും കൂടി ആടാൻ പറ്റാണ്ട് ഇതിലേ ഇങ്ങനെ വീട്ടിൽ ഇവരുടെ പറമ്പിൽ കയറിയിട്ട് കുറേ കഷ്ടപ്പെടുത്തി. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. കണക്കിന് പോയാൽ കഴിഞ്ഞാൽ പറമ്പ് ഒളിപ്പിക്കും അല്ലേ? പറമ്പ് ഒളിപ്പിക്കും എന്നുള്ളത് 100%. നമുക്ക് സർക്കാർ നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരിക. ഇപ്പം ഞാനാണല്ലോ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാൻ എൻ്റെ മക്കൾ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത് അങ്ങനെ അറിയാം, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്ന മനുഷ്യനാണ്. ഇവിടെ ഒന്നും മേലാത്ത അവസ്ഥയല്ലേ? ഇവിടെ എൻ്റെ മക്കൾ സമ്മതിക്കാറ്, എൻ്റെ പെങ്ങളും അനിയനും സമ്മതിക്കില്ല, ഇവിടെ കിടക്കാൻ സമ്മതിക്കില്ല. ഫെൻസിങ് മുകളിലൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. തന്നെ എനിക്ക് മേളിലേക്കുള്ള ഭൂമിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഫോറസ്റ്റിൻ്റെ ആദ്യം പറഞ്ഞൊരു റീസർവേ ഒക്കെ വരുന്നുണ്ട്, സംയുക്ത സർവേ ഒക്കെ വരുന്നുണ്ട്. അതും കൂടെ ആയിരുന്നാലും എന്തെങ്കിലും കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും പയ്യെ എന്ത് ചെയ്ത് നമ്മുടെ സ്വസ്ഥത നോക്കുക, അതല്ലേ നല്ലത്. അതെ അതെ. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കാപ്പിക്കുളം കുറ്റിയാമ്മൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഭീകരമായ അവസ്ഥയാണ്. ഇവിടെയുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോൾ പറമ്പുകളൊക്കെ പോയി കണ്ടു. ഒത്തിരി വൻ രീതിയിലുള്ള കൃഷിനാശം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിരവധി കാപ്പിയും തെങ്ങും മറ്റ് നിരവധി കൃഷികളാണ് ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി ആളുകൾ ഇവിടുന്ന് വിട്ടൊഴിഞ്ഞു പോയി. പിന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ട് മാഫിയകൾ ഒത്തിരി ഈ പ്രദേശത്തൊക്കെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് കൂട്ടി ഇങ്ങനെ ഒരു കൃഷിയും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച്. ഒത്തിരി റിയൽ എസ്റ്റേറ്റുകാർ ഇങ്ങനെ സ്ഥലങ്ങളെടുത്ത് കൂട്ടി ഇങ്ങനെ ഇടും. അവിടെ ഒന്നും കൃഷി ചെയ്യാതെ കിടന്ന് അവിടെ കാട് പിടിച്ച് ഒത്തിരി വന്യമൃഗങ്ങളൊക്കെ അവിടെ പെരുകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പുതിയ നിയമങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കാട് വെട്ടിത്തെളിക്കും എന്നുള്ള ഒരു ഉത്തരവൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇന്നത്തെ പത്രത്തിലൊക്കെ വായിക്കാനായിട്ട് പറ്റി. ഏതായാലും അതെങ്കിലും ഇതിനൊക്കെ ഒരു പരിഹാരമാകുമെന്ന് വിചാരിക്കുക. ഏതായാലും ഫെൻസിങ് വേണം തന്നെയാണ് ഇവരുടെ ആവശ്യം കേട്ടോ. ഏതായാലും വലിയ ബുദ്ധിമുട്ടി തന്നെയാണ്. നമ്മൾ പറമ്പൊക്കെ കണ്ടു. ഇപ്പോൾ അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ ഇങ്ങനെ ആന 3-4 ദിവസം കൊണ്ടൊക്കെ തീർക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ പറയാം ആകുന്ന കാലത്തൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടു. ഇപ്പോൾ വയസ്സാകാലമായപ്പോഴത്തേക്ക് ഇപ്പോൾ ആന തിന്നുവാന്നുള്ളതാണ് ആ ചേച്ചി പറഞ്ഞൊരു കാര്യം. അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ തന്നെയാണ്. അത് ആ ഉത്തരം ഇവർക്ക് കിട്ടുന്നില്ല. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കർഷകരുള്ളതെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.